വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ചാപ്റ്റർ എന്നുള്ളത് മൈ സിസ്റ്റേഴ്സ് ബൈബിൾ എന്ന ചാപ്റ്ററാണ്. എസ് ജോസഫാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മൈ സിസ്റ്റേഴ്സ് ബൈബിൾ എന്നുള്ളത് എസ് ജോസഫിൻ്റെ വർക്കാണ്. പവർഫുൾ പോയാണ്. അതിൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് കാസ്റ്റ്, ജെൻഡർ, അതുപോലെ തന്നെ ഫെയ്ത്ത് ത്രോ എ ഡീപ്ലി പേഴ്സണൽ ആൻഡ് പൊളിറ്റിക്കൽ ലെൻസ്. ഡീപ്ലി പേഴ്സണൽ ആൻഡ് പൊളിറ്റിക്കൽ ലെൻസിലൂടെയാണ് ഈ ഒരു കാസ്റ്റ്, അതുപോലെ തന്നെ ജെൻഡർ, ഫെയ്ത്ത് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. സിസ്റ്ററാണ് ഈ ഒരു വർക്കിലെ ഈ ഒരു പോയത്തിലെ സിംബലിക് ഫിഗർ എന്നുള്ളത്. അതുപോലെ തന്നെ റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് ദളിത് ക്രിസ്ത്യൻ വുമണാണ്. മാർജിനലൈസ്ഡ് നോട്ട് ജസ്റ്റ് ബൈ കാസ്റ്റ് കൊണ്ട് മാത്രമല്ല മാർജിനലൈസ്ഡ് ആയിട്ടുള്ളത്, ബട്ട് ഓൾസോ ബൈ പാട്രിയാക്കി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിലീജിയൻ കാരണമായിട്ടും ഈ ഒരു സ്ത്രീ എന്താണ് മാർജിനലൈസ്ഡ് ആയിട്ട് ആണ് ഈ ഒരു പോയത്തിൽ റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് എന്നാണ് ഈ ഒരു റൈറ്റർ പറയുന്നുള്ളത്. ഇനിയൊരു പോയത്തിലെ മേജർ തീംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കാസ്റ്റ് ആൻഡ് റിലീജിയൻ, ജെൻഡർ ആൻഡ് റെസിസ്റ്റൻസ്. ഈ ഒരു സിസ്റ്റർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് ബോത്ത് പാട്രിയാക്കൽ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് റിലീജിയസ് ഡോഗ്മ. മതപരമായിട്ടുള്ള പിടിവാശിയും അതുപോലെ തന്നെ പാട്രിയാക്കൽ എക്സ്പെക്റ്റേഷൻസ് ഒക്കെയാണ് ഈ ഒരു സിസ്റ്റർ എന്ത് ചെയ്യുന്നുള്ളത് പ്രതിരോധിക്കുന്നുള്ളത്. ഇനി എവരിഡേ സ്പിരിച്വാലിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസ് ഷോ ചെയ്യുന്നുള്ളത് ഡെയിലി ലൈഫ് സ്ട്രഗിൾസിലൂടെയാണ്, ഒരിക്കലും റിച്വൽസിലൂടെയല്ല. ഇനി നമുക്ക് ലാംഗ്വേജും സ്റ്റൈലും എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രീ വേഴ്സാണ്, അതുപോലെ തന്നെ കോൺവെർസേഷണൽ ടൂണാണ് ഈ ഒരു പോയം എന്നുള്ളത്. ഈ ഒരു പോയത്തിൽ ബൈബിൾ എന്നുള്ളത് ബിക്കംസ് എ മെറ്റഫർ ഫോർ റെസിസ്റ്റൻസ്, പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള മെറ്റഫർ ആയിട്ടാണെന്നുള്ളത്. അതുപോലെ തന്നെ എസ്പെഷ്യലി ഫോർ ദളിത് വുമണിന് വേണ്ടിയിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ മെറ്റഫർ ആയിട്ടാണെന്നുള്ളത്. റിലീജിയൻ എന്നുള്ളത് ഒരിക്കലും കൺട്രോൾ ചെയ്യുന്നില്ല, പകരം പീപ്പിളിനെ സെർവ് ചെയ്യാൻ ചെയ്യുന്നുള്ളത്. ജനങ്ങളെ കൺട്രോൾ ചെയ്യല്ല, പകരം സെർവ് ചെയ്യാൻ ചെയ്യുന്നുള്ളത്. എസ് ജോസഫ് ആസ് എ ദളിത് പോയറ്റ് യൂസ് ചെയ്യുന്നുണ്ട് പേഴ്സണൽ നെറേറ്റീവ്. എന്തിനു വേണ്ടിയിട്ടാണ് പേഴ്സണൽ നെറേറ്റീവ് യൂസ് ചെയ്യുന്നുള്ളത്? ടു എക്സ്പോസ് ഹൗ കാസ്റ്റ് ആൻഡ് റിലീജിയൻ ഇൻ്റർവൈൻ ടു മാർജിനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കാസ്റ്റും റിലീജിയനും ഒന്നിച്ച് കൂടുക എന്നുള്ള ആ ഒരു കാര്യം എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദളിത് പോയറ്റായിട്ടുള്ള എസ് ജോസഫ് എന്ത് ചെയ്യുന്നുള്ളത്, പേഴ്സണൽ നെറേറ്റീവ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു പോയത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു പോയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റേതൊക്കെ ടോപ്പിക് അല്ലെങ്കിൽ മറ്റേതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്രോസിംഗ് ദ ബോർഡേഴ്സിലെ മറ്റുള്ള ചാപ്റ്റേഴ്സൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനിയും ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ കണക്റ്റഡ് ആൻഡ് കീപ് സപ്പോർട്ടിങ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ് അബൌട്ട് ക്രോസിംഗ് ദ ബോർഡേഴ്സ്.